പവിഴമലയിൽ. ഞാനേ കുടുംബാമ്പലത്തിൽ പോയിട്ട് വന്നതാ. വെളുപ്പിനെ 6 മണിക്ക് എഴുന്നേറ്റ് പോയതാ കേട്ടോ. ഞങ്ങളുടെ അമ്പലത്തിലെ കടുംപായസം നല്ല സ്വാദാ. 1 സ്പൂണ് തിരുമേനി എത്തുള്ളൂ. 1 സ്പൂണ് പായസം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കടുപ്പിച്ചൊരു നോട്ടവാ. അമ്പലത്തിൽ പോയി എൻ്റെ ഉള്ളിലെ പാപം എല്ലാം ഞാൻ ഇറക്കി വെച്ചു. എന്തൊരു സമാധാനം. ഇനി പുതിയത് ഉണ്ടാക്കണം, എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ ഈ അമ്പലത്തിൽ പോകുന്നതെന്നറിയാവോ? എൻ്റെ മാനസേട്ടന് വേണ്ടിയിട്ടാ. ചേട്ടന് ശനിദശയാ. പക്ഷെ ചേട്ടൻ ഈ കാര്യത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നമുക്കത് അങ്ങനെ പറ്റുമോ? നമ്മുടെ കൺകണ്ട ദൈവമല്ലയോ. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ജോൾസിനെ പോയി കണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യും. ഇന്ന് ജോൾസൻ വരുന്ന ദിവസമാണ്. ഇന്നും കൂടെ ഉള്ളു ശനിദശ കേട്ടോ. ഇന്ന് ആ ശനിദശ എല്ലാം മാറൂന്ന് ജോൾസൻ വന്ന് പറയുന്നിടം വരെ എനിക്കൊരു വെപ്രാളവാ. മാറും, അതിനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ശ്രീകണ്ഠപുരത്തിലെ ഓ നമോ നാരായണ. ആ, എവിടെ വെച്ചാണ് നടക്കുന്നത്? കാക്കനാട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ? നിങ്ങൾ ഡയറക്ടറും എഴുത്തുകാരനും സിനിമാ നടിയും എല്ലാവരും കൂടി അവിടെ നിൽക്കുക. ഞാൻ വന്ന് പൂജ ചെയ്ത് തരാം. പിന്നെ നായകരെയൊക്കെ ജാതകം വേണേ. പൂജ ചെയ്യാനല്ല, എൻ്റെ യൂട്യൂബിലിടാൻ. ഇന്ന നായകൻ്റെ ഇന്ന ജാതകമാണെന്നൊക്കെ പറഞ്ഞ് ഇടാനൊക്കെ. സോറി, ചീത്ത വിളിക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ സ്ക്രിപ്റ്റിന് പുറത്ത് മഞ്ഞൾ വെള്ളം കോരി ഒടിക്കത്തില്ല കേട്ടോ. ഓക്കെ വന്നേക്കാം. ഇല്ല, ഇവന്മാരെയൊക്കെ സിനിമ കൊള്ളാം. തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇവരെ കുടുംബക്കാർ മാത്രമാണ് പോയി കാണുന്നത്. എന്നിട്ട് എന്നെ കുറ്റം, ഞാൻ പൂജ ചെയ്തതിൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞോട്ട്. ഓം ക്രീം ടീം ടോണ്ടി ടോണ്ടി ഈ പിള്ളേർ എന്തോ ശല്യമാണെന്ന് നോക്കണേ. കോളിംഗ് ബെല്ല് വെച്ച് കഴിഞ്ഞാൽ അതിലങ്ങ് പണിയാ. അവധി ആയാലും എനിക്ക് ഇതേ ഉള്ളു നേരം. അയ്യോ, ജോത്സ്യനായിരുന്നോ? ഞാനേ തിരക്ക് വീട്ടിലോട്ട് വന്നായിരുന്നേ. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. രാവിലെ നേരം വെളുത്ത് ഞാൻ എന്നെ തിരക്കി നടക്കുമായിരുന്നു. പിന്നെ ഒടുവിൽ കിട്ടി. പതപ്പന്റെ അടിയിലുണ്ടായിരുന്നു ഞാൻ. ശരി. ഞാൻ പറഞ്ഞ പ്രകാരം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. എല്ലാം കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ പ്രകാരം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. വടക്കേ നടയിൽ പോയി വിളക്ക് എത്തിച്ചായിരുന്നോ? ഉവ്വ്. തെക്കേ നടയിൽ വിളക്ക് വെച്ചോ? ഉവ്വ്. വെല്ലിക്കല്ലിൽ എന്തെങ്കിലും അർപ്പിച്ചോ? ഉവ്വ്. മാറിയിരിക്കാം. ചിലപ്പോ യുവ വന്ന് എന്റെ ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഉവ്വ ഉണ്ടാവും. എല്ലാം ഞാൻ അതുപോലെ ചെയ്യുന്നു പറയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ഞാൻ എഴുതി തന്ന ആ ജാതകം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തുമ്പോൾ തരിക. എനിക്ക് നിൽക്കാൻ നേരമില്ല. കാക്കനാട് ഒരു സിനിമയുടെ പൂജ ഉണ്ടേ. തമന വരുന്ന ദിവസമാണ്. കാരണം തമനക്ക് സിനിമ ഇല്ലാത്തപ്പോ ഞാനാണ് ചരട് ജപിച്ചു കൊടുത്തതേ. എന്നിട്ട് തമനോട് ഞാൻ പറഞ്ഞു, ഈ ചരട് എപ്പോഴും അരയെ കെട്ടണം. ഏത് സിനിമയ്ക്കകത്ത് അഭിനയിച്ചാൽ ഈ ചരട് കാണിച്ച് അഭിനയിക്കാവൂന്ന്. അവ പാവം കുട്ടി അങ്ങനെ അഭിനയിക്കത്തുള്ളൂ. കണ്ണ് കടിക്കാരെന്താ പറയുന്നത് അറിയാം. കുട്ടി ഐറ്റങ്ങ് അൻസ് കളിക്കുവന്ന്. സത്യത്തിൽ ആ കുട്ടി കറുത്തേരടാണ് കാണിക്കുന്നത്. എന്റെ അത്രയ്ക്കും നല്ലതാണ് സബനെ ഞാനോട്ടുള്ള ഉറപ്പ്. എല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണേ. എഴുതി തന്നെ വെട്ടിക്കളഞ്ഞു. അല്ല, അത് ജോൾസൻ തന്നെ എഴുതി തന്ന. അത് മുതൽ അങ്ങനെ എഴുതിയേക്കും. അത് കുക്കുറുട്ടാതി നക്ഷത്രത്തിലാണ് ജനനം. അല്ല, ഉത്രട്ടാതി. കുക്കുറുട്ടാതി അല്ല, ഉത്രട്ടാതി. ഞാൻ കുക്കുറെന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എത്ര വയസ്സായി? പിന്നെ ഞാൻ പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങളോടൊന്നും വയസ്സ് ചോദിക്കരുത്. പെണ്ണുങ്ങളുടെ വയസ്സല്ലേ ചോദിച്ചത്? മാനസന് ഇപ്പൊ എത്ര വയസ്സായെന്ന്? 50 ഈ ചിങ്ങത്തെ തികയും. എന്നെക്കാട്ടി 4 വയസ്സിന് മൂത്ത ആളാ. അപ്പൊ ഇവക്ക് 46. പെണ്ണുങ്ങളുടെ വയസ്സ് ചോദിക്കല്ലേ. തൊട്ടുവിട്ട വേറെ വല്ലതും തരാം. അല്ല, മഷിയുടെ രുചിയാ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവന് നിസാര ശനിയല്ല, പിന്നെ 2ാം ശനിയാ. കണ്ടക ശനിയുടെ അപകാരം കയറി നിൽക്കുന്ന ദിവസമാണിത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ ഈ കണ്ടക ശനി തീരും. ഞാനിതെന്നെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. തീരുന്നതിന്റെ ഇടയ്ക്കേ ചെറിയൊരു ബുദ്ധിമുട്ടൂടുണ്ട്. എന്താ പറഞ്ഞാട്ടെ? മൃത്യു വരെ വന്നു ചേരാനുള്ള കാര്യങ്ങളുണ്ട്. ഓ, നമ്മുടെ വീട്ടിലോട്ട് പൃഥ്വിരാജ് വരെ തന്നെ പറഞ്ഞേ. പിന്നെ അവന് മൃത്യു വരെ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാകെ. അല്ല, നിനക്ക് ഞാൻ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കാം. സിനിമയുടെ പൂജയാണ്, എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞതാ. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തെ ഉച്ചയ്ക്ക് 1 മണി വരെ വേദനിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന്. പിന്നൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുഷ്പം എടുക്ക. ഈ പുഷ്പത്തിന്റെ പുറത്തോട്ട് മുറുക്കി അങ്ങോട്ട് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ഉച്ചരിക്കണം നാമങ്ങള്. പെരുത്ത് ചേർത്ത് വെച്ചാൽ പിന്നെ കയ്യേക്കട പെരുപ്പ് ചേർത്തത് അങ്ങനെ അത്രയും വേണ്ട, ചെറുതെ പറഞ്ഞാൽ മതി. ഓ മൃത്യു മൃത്യേ മൃത്യുഷ
മൃത്യു മൃത്യേ മൃത്യശ്യ മൃത്യുച്ചോ മരാ വൃദ്ധാസന മൃത്യുശോ മൃത്യുച്ചോ മരാ വൃദ്ധാസന ഒന്നോടെ പറഞ്ഞേ മൃത്യു മൃത്യുസ്ത മൃത്യു മൃത്യുമേ മൃത്സാസന. ഞാൻ നാളെ പറഞ്ഞു പഠിച്ചോ. നാളെ മൃത്യു നാളെ പറഞ്ഞു പഠിപ്പിക്കാൻ പ്ലസ് ടുവിന്റെ ട്യൂഷൻ എടുക്കാൻ വന്നതല്ല. ഇത് കൃത്യമായിട്ട് നീ ചൊല്ലണം. ഒരു കാര്യം ചെയ്യ്, നീ വിട്ടേ. എനിക്ക് ദക്ഷിണയുടെ ആവശ്യം, ഞാൻ തന്നെ ചൊല്ലാം. ടപ്പ് ജാനകി വെള്ളം കോരാൻ അക്കരക്ക് കല്ലറക്കി കാണിച്ചു അരമോളെ ചെറുക്കൻ ഐസ്ക്രീം കുമാരൻ. ഇതങ്ങോട്ട് സ്വീകരിക്കാം. നിന്റെ ഭർത്താവ് വരുമ്പോ അടിമുടിയൊന്ന് ഒഴിഞ്ഞിട്ടെ ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഈ പൂ അങ്ങ് കളയുക. കുറച്ച് ദോഷപരിഹാരങ്ങൾക്ക് ചാൻസ് ഉണ്ട്. മരണത്തിൽ നിന്ന് എങ്ങനെങ്കിലും പരിഹാരം എന്തെങ്കിലും പരിഹാരം എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇത് ശനിദോഷമാ, ജലദോഷമല്ല. ദൈവം പറയാൻ വിളിച്ചാൽ പോയാലേ പറ്റത്തുള്ളൂ. ഒന്നും കൊണ്ട് വെളിപ്പാടണ്ട, പേടിക്കണ്ട. ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യ അല്ല ദക്ഷിണേന്ത്യ. ഇത്രയും നേരം ഞാൻ കളിച്ചതിന് ദക്ഷിണ ചെയ്ത് തരിക. ഇത്രയും നേരം കളിച്ചതിന് ദക്ഷിണ ചെയ്ത് തരിക. കളിച്ച് 500 ഗുണുവാ 500 ഗുണുവാ. അടുത്ത ആളെ പറ്റിക്കാം. മാല കുരുങ്ങി വീടല്ലേ. മാനസേട്ടന് ഒരുപാട് വരെയുള്ളത് സാമേ. 2 പിള്ളേരുണ്ട്. കഷ്ടപ്പെട്ട് ഒരുത്തരെ ഗൾഫിൽ വിട്ട് നല്ല ജോലിയൊക്കെ കേട്ടോ. മാസം കുറേ ശമ്പളമൊക്കെ ഉണ്ട്. ഇളയവൻ ബാംഗ്ലൂർ പഠിക്കും. അവനെ അവിടോട്ട് വിട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നാ പ്ലാന്. നല്ല സ്ത്രീധനം തരാതെ ഒറ്റ പെണ്ണുങ്ങളെ ഞാൻ ഇങ്ങോട്ട് കയറ്റത്തില്ല. ഞാനിപ്പോ ആരോടാ പറയുന്നത്? എന്റെ അച്ഛനോട് പറഞ്ഞാലോ? അതെങ്ങനാ? മാനസേട്ടനും അച്ഛനും തമ്മി കണ്ട കീറിയ മാറ്റ കീരിയും പാമ്പ് വെപ്പളം കണ്ട അല്ലാതെ നാക്കുളിക്ക് പറയുവാന്ന് വിചാരിക്കല്ലേ. കൊത്തി തിന്നല്ലേ. ഹലോ ഹലോ അച്ഛാ. അച്ഛൻ എവിടാ? ഞാൻ കാറാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാ. എവിടെ പോവാ? എങ്ങും പോയല്ല, രാവിലെ ജോഗിങ് കഴിഞ്ഞ് വന്നപ്പോഴേ കാറൊന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് പോർച്ചിൽ ഇറക്കിയതാ. ഈ പുല്ലെന്നെ ഹൈവേ കയറി തന്നെ എങ്ങാണ്ടോട്ട് പോകും. അരൂരെത്തിയടി കൊച്ചെ. അച്ഛൻ എത്ര വേഗം അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ പറ്റത്തുള്ളൂ. ഒറ്റക്കയ്യ ഫോൺ ഒറ്റക്കയ്യ സ്റ്റിയറിംഗ്. എനിക്ക് പീപ്പ് അടിക്കാൻ പറ്റുന്നില്ല. വെച്ചിട്ട് പോടി അവിടെ. അച്ഛാ ഫോണിൽ കൂടെ കാര്യം പറയാം. നേരിട്ട് വാച്ചാ. എത്ര നേരം വിളിക്കുന്ന അച്ഛാ വാച്ചാ. കൊച്ചു കിടന്ന് കരയുമ്പോ ഞാൻ എങ്ങനെ പോകും വീട് വരെ? കാറേ മോടെ വീട് വരെ ഒന്ന് എത്തിക്കാൻ വേണ്ടേ. അച്ഛൻ വരുന്നിടം വരെ എനിക്കൊരു സമാധാനക്കേടാ. പിന്നെ അച്ഛൻ വരുമല്ലോ, അതാ ഒരു ആശ്വാസം. അരൂര് നിൽക്കുവന്നില്ലേ പറഞ്ഞു? ഇത്ര പെട്ടെന്ന് നീ എത്തിയോ? അരൂരല്ല, അമേരിക്കയിലാണേലും സ്കിറ്റിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും. അല്ല വന്നിട്ട് കാർ എന്തിയേ? കാർ അരൂർ കായലിൽ കിടപ്പുണ്ട്. അതെന്തോ പറ്റിയാ? എന്നും പറ്റുന്നത് തന്നെ പറ്റി. ഞാൻ ആ ജനലിക്കൂടെ എടുത്ത് ചാടിയില്ലയോ രജനീകാന്തിന്റെ പോലെ. പൊന്നു വെച്ചാൽ അരു പാലത്തെ താഴ്ത്ത് നോക്കിയപ്പോഴേ നമ്മുടെ കാർ ഇങ്ങനെ കൊമളയിട്ട് ഭയങ്കര രസമാ. നാട്ടുകാർ ചോദിച്ചു എന്തുവാ നോക്കുന്നേ? ഞാൻ പറഞ്ഞു ചൂണ്ടയിടുന്ന കാണുവാന്നു. പിന്നെ സത്യമംഗലത്തെ തിലോത്തമൻ ആ കാറ് കൊണ്ട് അരു പാലത്തെ കളഞ്ഞെന്ന് പറഞ്ഞ നാണക്കേടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എന്തിന് എന്തുവാലും രാവിലെ കഴുകാൻ തുടങ്ങിയില്ല. അവിടെ കിടന്ന് ശരിക്ക് അഴുക്കളക്കട്ടെ. ഞാൻ അങ്ങോട്ട് കയറത്തില്ല. ഞാൻ അങ്ങോട്ട് കയറത്തില്ല. എന്റെ മരുമോനും ഞാനോട് ശരിയാവത്തില്ല. എനിക്ക് ഭയങ്കര കുറവാണ്. ഞാൻ കയറത്തില്ല അങ്ങോട്ട്. എന്തോ കാര്യം? എടി നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്തുവാടി അവൻ കാണിച്ചത്? ഞാൻ വരാന്തയിൽ ഊരിയിട്ടിരുന്ന പുത്തൻ വാറുചെരുപ്പ് എടുത്തോണ്ട് അവൻ തിരിച്ചുവിടെ വന്നത്. അവനോട് ഞാൻ പറഞ്ഞു, മോനെ അച്ഛന്റെ വാറുചെരുപ്പാടാ നീ ഇട്ടോണ്ട് വന്നേന്ന്. അവൻ പറയാം, അച്ഛാ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങ് തരാമെന്നു. ഓക്കെ ആയിക്കോട്ടെ, മരുമോനായിട്ട് വരുന്നവനല്ലേ, അവൻ കല്യാണം കഴിച്ച് തന്നാ മതി. കല്യാണ പന്തലിൽ താലി കെട്ടിട്ട് പുറകെ നടന്നവനോട് ചെരുപ്പ് താടാന്ന് പറഞ്ഞ അവൻ തന്നില്ല. പിറ്റേന്ന് വീട്ടിൽ വിരുന്ന് വന്നു. ചെരുപ്പ് താടാന്ന് പറഞ്ഞു പറയും, വരാതെ കുഞ്ഞുമോടെ വീട്ടിൽ പോയിട്ട് തരാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോകുന്നു ചെരുപ്പിന്റെ. അങ്ങനെ പറഞ്ഞവൻ അവസാനം നിന്റെ കൊച്ചിന്റെ 5ാമത്തെ പിറന്നാളിന് വന്നപ്പോ എന്റെ ചെരുപ്പ് വെട്ടി ടയറുട്ടിക്കൊണ്ട് നടക്കുന്നു നിന്റെ ചെറുക്കൻ. അങ്ങനെയുള്ളവന്റെ വീട്ടിൽ ഞാൻ കേറത്തില്ല. ഞാൻ ഇപ്പൊ അച്ഛനെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്തുവാ? എന്റെ മാനസ ചേട്ടന് ദശാസന്ധി കൂടുതലാ. ആ കൂടും എടി. മേലനങ്ങാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇത് കൂടും. അവനോട് പറയണത് രാവിലെ എഴുന്നേറ്റേ ഇങ്ങനെ മുറുക്കി ചവിട്ടി നടക്കാൻ. അന്നേരം കുറയും. എന്തുവാ നീ പറഞ്ഞെടുത്ത ദശയുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 1 മണി വരെ കണ്ടകശനിയുടെ സമയം. അതിനുള്ളിൽ ചിലപ്പോ മരണം വരെ സംഭവിക്കാന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ദക്ഷിണാർത്തി ജോത്സ്യൻ. അയ്യോ, അതൊരു സംഗീതജ്ഞനല്ലയോ? അത് ദക്ഷിണാമൂർത്തി, ഇത് ദക്ഷിണാർത്തി. എന്തോ ആർത്തിയാന്നറിയോ ദക്ഷിണക്കൊക്കെ. ആളുടെ
മനസ്സ് പോലും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി അച്ഛ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകത്തുള്ളൂ. അച്ഛാ, എന്റെ മാനസം ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണ്ട. എടി ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ മുറച്ചേർക്കൻ ഓമനക്കൂട്ടം വെറുതെ ഇരിക്കുക അവിടെ. അവനെ കെട്ടിയാ പോരായിരുന്നോ? അവൻ വെറുതെ അവിടെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ അവനെ കെട്ടാക്കുന്നത്. പോയി അങ്ങോട്ട്. ഭയങ്കര സ്നേഹമുള്ളവനാടി. എനിക്ക് വേണ്ട പറഞ്ഞില്ലയോ? അയ്യോ, അച്ഛന്റെ വാക്ക് ധിക്കരിച്ചിട്ട് കണ്ട ചെരുപ്പും മോഷണക്കാരനെയൊക്കെ കെട്ടിട്ട് അവള് മിണ്ടരുത്. ഒന്നുമില്ല, എന്റെ ഭർത്താവാ. മിണ്ടരുത്. അയ്യോ, ജോൺസൺ ജപിച്ചു തന്ന പൂവ്. അതെ, വല്ലോളും ചവച്ച പൂവുണ്ട് എന്റെ വായി വെച്ച്. ജപിച്ചു തന്ന പൂവ് അശുദ്ധമാക്കരുത് എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ഒഴുക്കുള്ളത്തെ ഒഴിച്ചു കളയാനൊന്നുമല്ല, എന്റെ വായി വെച്ചല്ലേ. വല്ലപ്പോഴും എനിക്ക് പല്ലിയൊക്കെ തുറന്ന് എനിക്കറിയാം. ഞാനെന്താ ചെയ്യാ ഇപ്പൊ ഞാൻ എന്തുവാ ചെയ്യണ്ടേ? സംഭവം എന്തുവാ ചെയ്യണ്ടേ? എന്നെ ഒന്ന് സമാധാനിപ്പിച്ചാ മതി. ഓക്കെ, എന്തിയാ നിന്റെ ശനി? എന്തിയേ ശനിയോ? നിന്റെ കെട്ടിയോൻ എന്തിയാന്ന്? എന്നുമില്ലാത്തൊരാഗ്രഹം, നല്ല നെയ്മീനും കൂട്ടി ചോറുണ്ടോന്ന്. അതുകൊണ്ട് കടലിൽ നിന്ന് ഡയറക്റ്റ് ഹാർബറിൽ പോയി മീനെടുക്കാൻ വേണ്ടി പോയേക്കുവാ. എപ്പോഴാ പോയെ? കൊറേ നേരമായി പോയിട്ട്. ഇത്ര നേരം വന്നില്ല? ഇല്ല. കണ്ടകശനി അല്ലയോ? ആ മീൻ അവനെ മിക്കവാറും വിഴുങ്ങി കാണും. പറയുന്നത് പിന്നെ അവൻ വരേണ്ട സമയമായില്ലേ? ദൈവത്തെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. ഞാൻ സംസാരിക്കത്തില്ല. ഇനി ഞാൻ സംസാരിച്ചിട്ട് കണ്ടകശനി വേണ്ട, അത് വേണ്ട സംഭവം. എന്താ പതിവില്ലാത്തവരൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന വഴി തെറ്റി വന്നായിരിക്കും. അതോ ഞാൻ തുണ്ടൻ മീൻ വാങ്ങിക്കുന്നത് മണത്തറിഞ്ഞ് വന്നായിരിക്കും കയറ്റാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ തിന്നാതെ നടക്കൂല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴേ വരേണ്ട കാര്യമില്ലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞ് ഇവിടെ ആളൊക്കെ കൂടുമ്പോ വന്നാൽ മതിയായിരുന്നു. ആള് കൂടുമ്പോ വരാൻ നിങ്ങളെന്താ കപ്പലിൽ കച്ചവടക്കാരനോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. നടന്നില്ലല്ലോ, പിന്നെന്താ കിടന്ന് വിഷമിച്ചില്ല മോളെ? നടന്നില്ല. ഞാൻ അരു പാടത്തെ കൂടി ഇങ്ങനെ മീൻ മാറ്റോണ്ട് വരുമായിരുന്നു. ഒരു നാശം പിടിച്ചോണ്ട് വെടിവിട്ട പ്രാന്തൻ ഒരു കാർ ഓടിച്ചോണ്ട് വന്ന് എന്നെ ഇടിക്കാൻ. അവ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ഞാൻ ജസ്റ്റ് മിസ്സിനാ രക്ഷപ്പെട്ടത്. ഒറ്റ പോക്കും. പിന്നെ ഞാൻ അറിഞ്ഞ് ആ കായലിൽ കിടന്ന് മുങ്ങുന്നുണ്ട് ആ കാറും അവനും. അവൻ മുഴുക്കും അവിടെ കിടന്ന് ചത്തൊന്നും കാണത്തില്ല. ചാടി കാണും. ആ അല്ലല്ലോ അങ്ങനെ. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, പാമ്പ് പിടിച്ചവനെ പെട്ടെന്ന് വിളിക്കും. പക്ഷെ പന പോലെ വളർത്തിയാലും എനിക്ക് ആ പുഴുത്തേ പോകത്തുള്ളൂ. അത് മാനസ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, പുഴുത്തങ്ങ് ചാവത്തേ ഉള്ളൂ. അതെന്തോന്ന് പറയട്ടെ, അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം ഒന്ന് കണ്ണടക്കി. എന്താണെന്നറിയാതെ? ഡ്രൈവിംഗ് അറിയാതെ. അല്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ദൈവം കണ്ണടക്കി. അതാ ഞാൻ പറഞ്ഞത്. അതിന് കാര്യം ചെയ്യും, നല്ല തുണ്ടമ്മീനെ കേട്ടോ, ഇത് നല്ല പുളിങ്കറിയൊക്കെ ഇട്ട് വേവിച്ചേ അങ്ങോട്ട് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ അപ്പോഴത്തേന് നമുക്ക് തിന്നാം. ഉച്ചക്കാലത്താണ് മീനും കൊണ്ട് വരുന്നത്. ഉച്ചക്കാലത്താണ് എന്നെ കൊണ്ട് വരുന്നില്ല. വേണമെങ്കിൽ അങ്ങോട്ട് മനസ്സ് വിഷമിക്കരുത് എന്നോട് വെച്ച് തരും. ഞാൻ വെച്ച് തരും. വറുക്കണോ? ഇയാൾക്കും കൊടുക്കല്ലേ? വറുത്താലും പൊരിച്ചാലും പറ്റിച്ചാലും 1 മണിയാകുമ്പോ തീരും. എന്താ തീരും? 1 മണിക്കും തീരത്തില്ല. 2-3 മീനുണ്ടത്. 1 മണിക്ക് വിശപ്പ് തീരും. പിന്നെ വിശപ്പില്ലാതെ നമുക്കൊന്നും തിന്നാൻ പറ്റത്തില്ല. ആർക്ക് വിശപ്പ് തീരും? എനിക്ക്. ഇയാൾ തിന്നണ്ട, ഞാൻ തിന്നോളാം. എനിക്ക് അരി തിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് കൊണ്ടേ. എന്തുവായാലും വെയിലത്ത് പോയിട്ട് അലിഞ്ഞു വന്നില്ലയോ? ഇന്ന് ഇവിടെ ഇരിക്കുന്നു. അല്ല, ഞാൻ ഇത് അളിയന്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം ബൈക്ക് പോയിട്ട്. അളിയൻ 1 മണിക്ക് പോവല്ലോ. ദൈവമേ, അച്ഛൻ പറഞ്ഞേട്ടോ ബൈക്ക് എടുത്തോണ്ട് പോണോന്ന് ചെന്ന് കേറേ. ഓമനക്കുട്ടം വെറുതെ ഇരിക്കും അവിടെ. പോണ്ട. എടാ പോണ്ട. അവർക്ക് 1 മണി കഴിയുമ്പോ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരും. അല്ല, അവന് വാങ്ങി വെച്ച് കണ്ടപ്പോ പറഞ്ഞായിരുന്നു മനസ്സിനെ കാണാൻ വരും. അതാണ് അളിയൻ വരട്ടെ. അങ്ങനെ വെയിൽ കൊണ്ട് നടന്ന് ക്ഷീണിച്ചേ ഞാൻ കണ്ണടക്കട്ടെ. ചേട്ടാ അങ്ങനെ പറയല്ലേ ചേട്ടാ. കണ്ണടയ്ക്കുന്നൊരു വാക്കൊന്നും ഇവിടെ പറയല്ലേ. അതൊക്കെ നമുക്ക് നിശ്ചിതം. അതൊന്നും പറയരുത്. കണ്ണടച്ചില്ല വെള്ളം കെട്ടി തറയുന്ന എനിക്ക് കാണണം ചെന്ന് അടക്കണ്ടായിരുന്നു. അങ്ങനെ ഓമനക്കുട്ടൻ സെറ്റാ. തീർന്നു. ചെറിയ കോട്ടുമായിരുന്നു. തീർന്നു. അതുകൊണ്ട് കറി വെക്കാട്ടോ. അയ്യോ, ഞാൻ പുളി മാറ്റായിരുന്നു. അതിലുണ്ടോ നോക്കി. ഓമനക്കുട്ടന് ഭാഗ്യമില്ല. അച്ഛാ, ചെറിയ വർത്താനം പറയാതെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു. അങ്ങനത്തെ മിണ്ടിനെക്കാളും നല്ലത് എന്റെ വാ തുന്നി തയ്ക്കുന്നതാ. നോക്കണേ. ആക്ഷൻ കോമഡി ഇട്ട് സമയം കളയവ. ഞാൻ പഠിച്ചതൂടെ മറന്നു.
സ്വന്തം അമ്മായിയച്ഛനാ ഇത്രയും നേരെ വന്നിട്ട് എന്നാ ഒന്ന് ഇരിക്കാൻ പറയണമല്ലോ. ഞാൻ പറഞ്ഞാലേ ആ മുട്ട് മടങ്ങത്തുള്ള വേണേ ഇരിക്കണം. അങ്ങനെ വലിഞ്ഞു കയറി ഇരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലടാ. തത്തപ്പറമ്പ് തിലോത്തമൻ ആദ്യത്തം വിട്ടൊരു പരിപാടിക്കുമില്ല. വരാൻ പ്രായമായില്ലയോ? ആദ്യത്തെ അങ്ങ് വിട്. ആദ്യത്തെ വിട്ട് പാരമ്പര്യത്തിൽ കയറി കൈ വെച്ചു. അങ്ങനെയാ പാരമ്പര്യം ഉള്ളവനാ. എടാ തെക്കേപ്പറമ്പിൽ വിത്തിറക്കാൻ എൻ്റെ മൂത്ത മരുമാൻ രാധാകൃഷ്ണൻ 50,000 രൂപയാ തന്നതും. ആ വിത്തിന് വളവിടാനായിട്ട് എൻ്റെ ഇളയ മരുമാൻ സുധാകരൻ 25,000 രൂപ തന്നു. അടുത്ത മരുമാനുണ്ട് എന്തോ തന്ന്. ആ വിളവെടുക്ക് ഞാൻ വന്ന് തിന്ന് തീർക്കാം. നീ എന്തോ വേലിയോ വിളവ് തിന്നാൻ? വേലിക്കം പൂരണോ? ഒന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ സെറ്റപ്പ് ആയിരുന്നു. വന്ന് കയറി കഴിഞ്ഞ് മിണ്ടാതിരുന്നോണം. മിണ്ടാതെ വിട്ടിരുന്നോണം. ഞാൻ കിടക്കാൻ പോയാൽ എന്റെ ശല്യം ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല. എവിടെ കിടക്കടോ പോയി? നിനക്കെന്തോ ഓമനക്കുട്ടന് കോളടിച്ചു? എനിക്കെന്ത്? കായലിന്റെ വാട മൂക്കിനകത്ത് വിരലടിച്ച് കയറ്റി. ഞാൻ ഏറ് പോകുന്നുണ്ടോ നോക്കി. എന്താ എനിക്ക് ലീക്കാതെ ഏറ് പോകുന്നുണ്ടോ നോക്കാൻ. നല്ല ഉറങ്ങി എന്താ സംഭവം ഉണ്ടല്ലോ? ഒന്നുമില്ല. കഴിഞ്ഞു. അനക്കമില്ല, നോക്കട്ടെ. എന്റെ മൂക്കി പറഞ്ഞിടോ. എന്റെ കാലിന്റെ വിളക്ക് വേല വെച്ച് കുത്തോ. അങ്ങനെ ഭ്രാന്താണ് ഞാൻ. ദേഷ്യപ്പെടല്ലേ? എന്തോ സന്തോഷമായിട്ട് പറയാതല്ല. എന്തോ ദേഷ്യപ്പെടല്ലേ? എന്റെ കാലിന്റെ വിളക്ക് മൂക്കിനകത്തൊക്കെ വേറലിട്ട് കയറ്റി. വിഷമിക്കല്ലേ? സന്തോഷമായിട്ടിരിക്കും. ഇറങ്ങിപ്പോടും ഇവിടുന്ന്. ഇറങ്ങിപ്പോ. അയ്യോ ഇറങ്ങിപ്പോടും. അയ്യോ ഇറങ്ങിപ്പോടും. ഇറങ്ങിവിടും. ദേഷ്യം പിടിക്കല്ലേ? ഇറങ്ങി ഇറങ്ങിപ്പോ. അല്ല അത്രയും വേണോ? അയ്യോ ആ അച്ഛന് ഞാൻ പേന തെളിഞ്ഞു നോക്കിയാണ്. ഞാൻ പോവാ. 1 മണി വരെ ഉള്ളടാ ഇളക്കം. ഞാൻ പോവാ. അവനെന്നെ ഇറക്കി വിട്ടില്ലേ? അവനെന്നെ ഇറക്കി വിട്ടു. ഞാൻ അവനെന്നെ ഇറക്കി വിട്ടു. ഞാൻ വരത്തില്ല. അല്ല പറയട്ടെ, 1 മണി കഴിഞ്ഞ് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇല്ല അതുകൊണ്ട് ഇറക്കി വിട്ടില്ല എന്നെ അവൻ. എന്താ മര്യാദയാണ് മനുഷ്യൻ നിങ്ങൾ കാണിക്കുന്നത്? എന്താ മര്യാദയാണ് കാണിക്കുന്നത്? വീട്ടിൽ എന്റെ അച്ഛൻ വന്നപ്പോ നിങ്ങൾ ഇറക്കി വിടില്ല. നിങ്ങൾ അച്ഛൻ വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്റെ സ്വഭാവം മാറ്റി ഞാൻ പറഞ്ഞു. നീ സപ്പോർട്ട് ചെയ്യാൻ ഇറക്കി വിടാൻ കൊണ്ട് എല്ലാത്തിനും എന്നോട് ചിരിക്കാനൊക്കെ പറഞ്ഞു. മനുഷ്യ, നിങ്ങൾക്ക് ശനിദോഷമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയത്തില്ലായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ജോത്സ്യം വന്ന് പറഞ്ഞു ഇന്ന് 1 മണി വരെ നിങ്ങൾക്ക് ആ സമയമുണ്ട്. ചിലപ്പോൾ അതിനിടയിൽ മൃത്യു വരെ സംഭവിക്കാമെന്ന്. 1 മണി കഴിഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എന്റെ അച്ഛനെ എന്തേലും പറഞ്ഞ നീ വിശ്വസിച്ചിരിക്കുവായിരുന്നില്ലോടി? വിശ്വസിക്കല്ലേ? ആ പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ജോത്സ്യം പറയുന്നത് വിശ്വസിക്കല്ലേ? ഒരു കാര്യം നടക്കുന്നില്ല. ചുമ്മാ എന്റെ ദക്ഷിണ മേടിച്ചോട്ട് പോവായിരുന്നു. അപ്പൊ ആ ജോത്സ്യം പറഞ്ഞ നടക്കണമായിരുന്നു. ഞാൻ ചത്തു പോകണമായിരുന്നില്ലയോ? എടി ദശാസന്ധി വരും പോകും. പക്ഷെ ഈ ആശയ്ക്ക് ചുണ്ടി വന്നാൽ അത് പോകത്തില്ല. ഓമനക്കുട്ടനോട് നോ പറയട്ടെ മോളെ. അതാ ഓമനക്കുട്ടൻ. അല്ല നീ മരിച്ചില്ലല്ലോ, ഇനി അറിഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ തന്നെ വെച്ചുണ്ടാക്കി തിന്ന. ഞാൻ പോവാണേ. ഓമനക്കുട്ടൻ കൂടും വാരിളം പൂക്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു വീടെടുത്തു അശോകൻ സാറ്. SI അശോകൻ സാറ്. എന്റെ ദൈവമേ, മധ്യകേരളത്തിലെ എല്ലാ വീടുകളും ഞാൻ തൂത്ത് കഴിഞ്ഞു. ഇനി ഏത് വീടാണോ ഞാൻ തൂക്കാൻ പോകുന്നത്? എങ്ങനെ? ഈ അശോകൻ എന്ന് പറയുന്നത് എന്റെ ഭർത്താവാ, SI. അയാളുടെ സ്വഭാവ കാരണം 1 കൊല്ലം പോട്ടെ, തികച്ച് ഒരു 2 മാസം ഒരു പോലീസ് സ്റ്റേഷനിൽ അയാൾ ജോലി ചെയ്യത്തില്ല. കാണുന്നവരെയും പോകുന്നവരെയും വരുന്നവരെയും വാദിയെയും പ്രതിയെയും എല്ലാവരെയും എടുത്തിട്ട് അങ്ങ് ഇടിക്കും. ആരെയും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ വാതൊക്കെ നിൽക്കുന്ന ആ പാറവുകാരനെ എടുത്തിട്ട് അങ്ങ് ഇടിക്കും. എന്തിനാണ് ആ തോക്കും പിടിച്ചോണ്ട് റോഡിലോട്ട് വായി നോക്കി നിന്നിട്ട് ശമ്പളം മേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയും കുറച്ച് നാൾ എനിക്ക് ജോലിക്ക് നിന്നാ മതിയായിരുന്നു. എന്നാലേ നാട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടാൻ പറ്റത്തുള്ളേ. ആ ചേട്ടാ, അവിടെ നമ്മളെ ബാത്റൂം പണിയാനായിട്ട് ആ സുരി എന്ന് പറഞ്ഞൊരു ചെറുക്കൻ വരുമെന്ന് വന്നാ? അയ്യോ ചേട്ടാ, പെട്ടെന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു ബ്രോക്കറിനെ ഒക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വിടാന്നാ പറഞ്ഞത്. പ്ലംബറിനെ സമാധാനപ്പെട്. പെട്ടെന്ന് വരാൻ പറ. എന്റെ സ്വകാര്യല്ല, എന്റെ പെരിപ്പളവേ വാരിട്ട് അലക്കും ഞാൻ. എന്റെ ദൈവമേ, വന്ന് കേറിയില്ല, കാണുന്നവരുടെ നെഞ്ചത്ത് കയറാനുള്ളത് ഇത് തുടങ്ങി. എനിക്ക് വയ്യ. എനിക്ക് വരും സമാധാനപ്പെട് വരും. യോ ആരാ?
നിങ്ങൾ ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഇവിടെ പുതിയ താമസിക്കാൻ വന്നില്ലയോ? അതെ 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 അതെ. സുനിയെ വിളിച്ചായിരുന്നു? ആ സുനിയെ ഞാൻ വിളിച്ചായിരുന്നു. സുനി എന്നെ വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്താ വേണം? അതല്ല പറയാം, ഞാൻ അതിനുവേണ്ടി ഇവിടെ വന്നതാ. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു. ഈ പൈപ്പൊക്കെ എന്തോ നിങ്ങൾക്ക് പുതിയ ഓടക്കുഴലോട്ടേക്ക് തരാൻ വേണ്ടി വന്നതാ ഞാൻ. അയ്യോ പ്ലംബറാണോ? പ്ലംബറാണോ? ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. എന്താ താമസിച്ചത്? താമസം എന്ന് പറഞ്ഞാൽ വരാൻ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇച്ചിരി പണി ഉണ്ടായിരുന്നേ. അതെ അതെ അതെ. സുനിയല്ല എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ സുനിയോട് ഞാൻ പറഞ്ഞായിരുന്നു ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം പോയി കിടക്കുക, പൈപ്പ് ഒന്ന് ശരിയാക്കണം. അത് സുനി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു. ഒറ്റയ്ക്കുള്ള അല്ല അത്യാവശ്യമായിട്ട് പോകുന്ന സംഭവമാണല്ലോ ഈ ബാത്റൂം. അപ്പം എത്രയും പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ബാത്റൂം സെറ്റ് ചെയ്ത് തരണം. അല്ല ഞാൻ വൃത്തിയായിട്ടൊക്കെ പണിയുള്ളൂ. എന്റെ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പണിയാ. അതെല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പണി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഒറ്റയ്ക്കുള്ള അതെ ബാത്റൂം പോയി നോക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും ഫിറ്റിങ്സ് ഉണ്ടെങ്കിൽ താൻ മേടിക്കുവോ അല്ലെങ്കിൽ ബില്ല് തരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി മേടിച്ചോണ്ട് തരാം. പൈസയുടെ കാര്യമൊക്കെ താൻ വിഷമിക്കാൻ വേണ്ട. അല്ല ഒന്നും വേണ്ട, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം പണി തന്നിട്ട് ഒറ്റയ്ക്കുള്ള സൂക്ഷിക്കാൻ കണ്ടും വേണേ ഞാൻ പറഞ്ഞേക്കാം. എന്താ അയ്യോ നിങ്ങൾ സിംഹത്തെ വളർത്തുന്നുണ്ട് ഇവിടെ? അത് സിംഹം അല്ല, അതെന്റെ ഭർത്താവ്. അത് ഭർത്താവ് ഇവിടെ വയ്യാതെ കിടന്ന് ചുമക്കുന്നുണ്ടല്ലോ. എന്തിന്റെ സഹായം വേണമെന്നെ പറഞ്ഞാൽ പുതിയ ആളല്ലേ ഇയാളെ വന്ന കാര്യം നോക്കടോ, നോക്കടോ. ഭയങ്കര ഇതേ ചൂടാക്കി പൈപ്പ് വളയ്ക്കുന്ന പോലെ വളച്ചാലേ പറ്റത്തുള്ളേ. എന്താ? അല്ല ഈ പൈപ്പ് വളയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ തന്നെ പൈപ്പ് വളയ്ക്കുന്ന കാര്യമായത് കൊള്ളാം. എന്തോ എന്താ എന്തോ എന്താ അല്ല ആരാ ഇത്? അല്ല ഞാൻ ഈ പൈപ്പിന്റെ സംഭവം കണ്ട്. പൈപ്പിന്റെ സംഭവം മനസ്സിലായില്ല. ആരാ സംഭവം? പ്ലംബറാ പ്ലംബർ. ഇതാരാന്ന് മനസ്സിലായോ? പോസ്റ്റ്മാനാന്ന്. പിന്നെ ആരാ? ഞാൻ ഈ വീട്ടിൽ പുതപ്പം കൊണ്ടുവന്ന ഒട്ടായി എന്തായിരുന്നു ആരാന്ന് കണ്ടാ മനസ്സിലായി. കാക്കേണ്ട മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? ഈ ബെൽറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിട്ട് വാ. എനിക്ക് 2 കണ്ണിക്ക് കൂടുതൽ ഇട്ടേക്ക് വലിയ സാധനം. 2 കണ്ണിക്കുള്ളിൽ ആ ഇറുക്കം നോക്കാനാണ് വന്നത്. ആ പ്ലംബർ അല്ലേ? അത് ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. ആ അങ്ങനെ ചെയ്തിരിക്കണം. സാറേ SI ആണോ സാറേ? അല്ലടാ കാക്കയിട്ട കോമാളി കണ്ടറിഞ്ഞൂടെ SI ആണോ? ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേ. പണി ബാത്റൂം കാണിച്ചു കൊടുത്തോ? ബാത്റൂം കാണിച്ചു കൊടുത്തില്ലടോ. ബാത്റൂം അകത്തുണ്ട്, പോയി ഒന്ന് നോക്ക്. എവിടെ? അങ്ങോട്ട് പോടാ ബാത്റൂം. ഇപ്പൊ ബാത്റൂമിൽ എന്തിനാ പോന്നെ? ബാത്റൂം പണിയാനല്ലേ നീ ഒന്നാ നോക്കണ്ടേത്? അതോ ക്ലോസറ്റ്? ക്ലോസറ്റ് അടുപ്പേല് നോക്കടാ. അവ ഇവിടെ കിടന്ന് കറങ്ങുവോ? ഇതുപോലെ നിങ്ങളൊരു 10 പണിക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ഫാൻ വേണ്ട. അതോ അങ്ങനെ പറഞ്ഞു വെറുതെ കിടന്ന് ഇറങ്ങൂല്ലേ? നിങ്ങളൊരു SI ആയിട്ട് ഇത്രയും ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഈ അറിയാത്തവരൊക്കെ ഈ പെരക്കകത്ത് ബാത്റൂമിനകത്തൊക്കെ പറഞ്ഞു വിട്ടാ എന്തെങ്കിലും എടുത്തോട്ട് പോയാൽ വല്ലോ അറിയോ? പിന്നെ നിന്റെ ബാത്റൂമിന്റെ ക്ലോസറ്റ് കിടക്കുന്ന കൊടുക്ക അത് നോക്കണ്ടേ? അവൻ ശരിയാകാൻ ചേർക്കേ. അതിന് ഡാൻസ് ആണ്. അതെ കുഴപ്പമൊന്നുമില്ല. ബാത്റൂമിൽ പോകാനാണെങ്കിൽ ചെറിയൊരു പശ വെച്ചാൽ ഒട്ടിച്ചാൽ മതി. അയ്യോ പശു വെച്ചൊട്ടിച്ചാ പിന്നെ പോവാൻ പറ്റും. അതല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സൈഡ് ഇച്ചിരി ചെറുതായിട്ട് ഇളയിരിക്കും. ഇച്ചിരി പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യമില്ല. ആ ക്ലോസറ്റ് ഇളക്കി അത് വൃത്തിയായിട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചെങ്കിലേ അത് പറ്റൂ. ഇളക്കി കൊണ്ടുപോകാൻ നീ പോയി. സാറേ ആ ക്ലോസറ്റ് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നിനക്ക് അറിഞ്ഞു സ്വഭാവം. അല്ല അതല്ല സാറേ, ഇളവ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒട്ടിച്ച് തരാം. ഇടയ്ക്കിടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ പെണ്ണുമ്പിള്ളേരെ കമ്മലല്ലോ ക്ലോസറ്റ് ആണത്. സാറേ അത് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇടിന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും. അറിഞ്ഞൂടാ എന്റെ സ്വഭാവം. ഞാൻ ഇടിയുടെ ആളാണ്. ഇടി പിരിക്കും ഞാൻ. ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഞാനത് പറയാൻ വരുമായിരുന്നു. കൊള്ളത്തില്ല വെച്ചിട്ട് പറഞ്ഞേക്ക് ഇളക്കണം. ഉളക്കല്ലേ പോയി ഇളക്കാൻ. എന്നാ ഞാൻ അവിടെ ഷർട്ട് ചേട്ടാ ഞാൻ അവിടെ തേച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലയോ? എവിടെ തേച്ചിട്ട്? അലമാരയുടെ മോള് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. ഓ കിടക്കട്ടെ വരുത്തോളാം. ആവശ്യമില്ലാത്ത വികാരമൊക്കെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ ഇതെന്താണ് ഇളക്കി പോയി പൊട്ടിയെടുക്കാൻ? അത് നേരത്തെ ഇവിടെ ബംഗാളികളാണ് താമസിച്ചോണ്ടിരുന്നത്. ഓ പരിപ്പിന്റെയും കടലേക്ക് ഒരു പവറേ. സാറേ നേരത്തെ എവിടായിരുന്നു സാറേ? നേരത്തെ ഈ ക്ലോസറ്റ് ബാത്റൂമിലല്ലായിരുന്നു. നീ അല്ലേ ഇളക്കി ഇവിടെ കൊണ്ടുവച്ചോ? അതല്ല സാറ് നേരത്തെ എവിടായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത്? മാട്ടുപ്പെട്ടി. അതെന്താ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഒരു മാറ്റം കിട്ടി. അതെന്താ വിഷയം? എന്താ സംഭവം? എന്തൊക്കെ കിന്നാരെന്ന് എനിക്ക് അറിയണോടൂ. എന്തൊക്കെ കിന്നാരം അറിയണേ? ക്ലോസറ്റ് ഒട്ടിക്കാൻ വന്നേന്നോ? റെഡിയാക്കണോ? അല്ല എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? ഇതെല്ലാം അറിഞ്ഞാലേ ഇയാൾ പണിയൂ. അല്ല ഞാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സൂക്ഷിച്ചും കണ്ട് സംസാരിക്കുക. ഇതാരാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാവോ? കുംഫു, കരാട്ട, കുച്ചിപ്പുടി എന്ന് വേണ്ട എല്ലാ കലകളും അറിയാവുന്ന ആളാ. ഈ ടോണി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കോട്ടയം ടോണി. കോട്ടയം ടൗൺ ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയം ടൗൺ ടൗൺ അല്ല ടോണി. ഉണ്ടാ ഇവനെ ഞാനാ പിടിക്കാൻ വേണ്ടിട്ട് നേരെ കോട്ടയം പുഴയോരത്ത് പോയി. അവിടെ ചെന്നപ്പോ കിട്ടിയില്ല. കാരണം എന്താ? എനിക്കറിയത്തില്ല. അവൻ വേറെ എങ്ങോട്ടാ പോയടാ.
ഈ ടോണി എന്ന് പറഞ്ഞാൽ ഗുണ്ടാവിളയായിട്ട് വരുന്നവൻ. ഞാൻ ടോണിയെ പിടിക്കാൻ വേണ്ടി പുഴയുടെ തീരത്ത് പോയി. പുഴയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ടോണി ഇല്ല. അവിടെ പാലം വന്നില്ല, അതുകൊണ്ടല്ലേ അവിടെ തോണിയില്ലാത്തത്. പറയാനായിരുന്നു. ഇത് പറയാനാണ് ഇത്രയും കിടന്ന് ഭ്രാന്തടിപ്പിച്ച്. അതാണ് ഇത്, ഈ സംഭവമാണ്. ഈ ടോണി അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്ത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ടോണിയെ പിടിക്കാൻ വേണ്ടി. അപ്പോഴും കിട്ടിയില്ല. ലാസ്റ്റ് ബസ്സിൽ കയറി പോയി കാണും തോണി. അത്ര ഗുണ്ടയായിരുന്നു അവൻ. അവനെ ഞാൻ പിടിച്ചു എങ്ങനെയാണെന്നറിയാം. പിടിച്ചിട്ട് എന്റെ 3 പേരിൽ ഞാൻ ഇങ്ങനെ വെച്ച് മർമ്മത്ത് പൊക്കുള്ള ഒരു ഒറ്റ കുത്തായിരുന്നു. അയ്യോ, പക്ഷേ അവനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു. കുത്തിയിട്ട് സാറ് തന്നെ ആശുപത്രി കൊണ്ടുപോയോ? അതെ അതെ. അതെന്തിനായിരുന്നു? അത് നമ്മുടെ ഈ കല്യാണ മോതിരം ഇല്ലേ, ഇവന്റെ പൊക്കിൽ കൂടെ അകത്ത് കയറി, പ്ലീഹയിൽ കയറി. പിന്നെ നേരെ ആശുപത്രി കൊണ്ടുപോയി അതെടുത്തെങ്കിലേ ഇവിടെ വീട്ടിൽ കയറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ കാര്യം പറഞ്ഞോണ്ടിരിക്കെ ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് വരാം. പറഞ്ഞോണ്ടിരിക്കെ വലിയ താല്പര്യമില്ല തെറ്റിക്കുന്നതിനുമായിട്ട്. എവിടാ കറക്റ്റ്? വേറെ മുമ്പ് എവിടെയെങ്കിലും പോയി പണി ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പണി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ക്ലോസറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം സംശയം വന്ന് പോയി നോക്കാം. പിന്നെ കണ്ണി കണ്ടവരെ ക്ലോസറ്റ് നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ നടക്കും. നല്ല പണിയാ. അതുകൊണ്ട് തന്നെ. ആ ശരി. ചായ റെഡി, ചായ റെഡി. ചാവടെ ചാടേ ചായ കുടിക്കാൻ. ചായ വേണ്ട സാർ, ചായ വേണ്ട. ചായ കുടിയോ? വേണ്ട ചായ വേണ്ട. വേണ്ട ചായ വേണ്ട. കുട്ടോ സാറ് ചായ കുടിക്കുന്നില്ല. അയ്യോ, സ്പെഷ്യൽ ചായ. അതെ അതെ, പറഞ്ഞു കൊടുക്കണേ, കൂട്ട് പറഞ്ഞു കൊടുക്കണേ. സാറിന്റെ ചായ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചായ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചായ ഒന്നും സാർ കുടിക്കത്തില്ല. ഞാൻ ഈ അടുപ്പില് 2 ഗ്ലാസ് വെള്ളം വെക്കും. അത് പറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കും. അതിലോട്ട് നല്ല പൊടിത്തയില, മൂന്നാറിന്ന് വരുന്ന നല്ല 1-ാം ക്ലാസ് പൊടിത്തയില ഇട്ട് അങ്ങ് തിളപ്പിക്കും. മാത്രമോ നല്ല ഇഞ്ചി, ഗ്രാമ്പു, കറുകപ്പട്ട ഇതെല്ലാം കൂടെ അങ്ങ് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കുമ്പോൾ ഊട്ടിന്ന് കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് നാരങ്ങ, നല്ല മഞ്ഞ നിറത്തിലുള്ള നെടുക അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരൊറ്റ മുറി എടുത്ത് ഇങ്ങനെ അങ്ങ് പിഴിയും. എന്നിട്ട് സ്പൂൺ കൊണ്ട് 2 കറക്ക്. ചേട്ടാ സത്യം പറയാമല്ലോ, ഇത് തരാൻ തോന്നില്ല. ഞാൻ കുടിച്ചോട്ടെ? എടി കൊതിച്ചി ഇതെല്ലാം ഞെടിഞ്ഞിട്, ഞാൻ കുടിച്ചോളാം. പറഞ്ഞങ്ങ് കൊതിക്കോ ഇവിടെ. പോണ്ടേ ഡ്യൂട്ടി? പോണം. അങ്ങോട്ട് നോക്കിയും കണ്ട് ഞാൻ ചെയ്തോളാം. പിന്നെ നാരങ്ങ എത്ര പിഴിഞ്ഞ? ഒറ്റ മുറി. ചില്ലറ വല്ലതും ചോദിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ചില്ലറ വല്ലതും വേണമെങ്കിൽ ചോദിച്ചാ മതി, തരാം. എന്താ ഒരു ഗിളി? അതിനകത്തൊരു ഗിളി ഗിളി. നാരങ്ങ 2 പിഴിഞ്ഞ? ഒറ്റ പെട്ടെന്ന് വേണം കേട്ടോ. പെട്ടെന്ന് സാവധാനം വേണം. പെട്ടെന്ന് സാവധാനം. സാവധാനം. ബാത്റൂമിലൊന്ന് പോണം. അതിനിപ്പോ എന്താ, പോയിട്ട് വാ. അല്ല അതങ്ങനെ ശരിയാവും. ഇവിടെ ഇളക്കി വെച്ചേക്കില്ലേ? എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം? അതെ, അടിവാരത്ത് ഒരു വണ്ടി മറിഞ്ഞു. സാറ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് സിഗ്നല്. ആർക്കെങ്കിലും വല്ല അപകടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, എപ്പോഴാണ് ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് പോയി ഒന്ന് ചോദിച്ചാലോ? ഈ ചേച്ചിയടുത്തൊക്കെ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോ 1 കിലോ അരി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്തൊന്നും ചോദിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കേടല്ലേ? ഇപ്പൊ എന്തിനാ വിചാരിക്കുന്നത്? വല്ല പറമ്പിൽ പോവാൻ നോക്കുന്നേ. അഭിമാനം. നിങ്ങൾക്ക് അഭിമാനം പോകുന്നതാണോ നല്ലത്, അതോ അറിയാതെ പോകുന്നതാണോ നല്ലത്? രണ്ടായാലും വിഷയം അങ്ങനെയല്ലേ. ഇതൊന്ന് പിടിച്ച സാറേ, ഒന്ന് മുറുക്കാനാണ്. ഇതൊന്ന് മുറുക്കാനത് പിടിക്കുന്നു, മുറുക്കി പിടിക്കാതെ. നമ്മുടെ കുടുംബത്ത് നല്ല മുറുക്കുന്ന പെണ്ണുങ്ങളാ. നീ ഇത്രയും സമയം നോയിക്കൊണ്ടിരുന്നിട്ട് എന്തിനടാ ഇത് കൊണ്ടിരുന്ന് തന്നെ? അല്ല, പുള്ളിക്കാരത്തേക്ക് ബലമില്ല. ഈ സമയത്താണ് അവളുടെ ബലം. നീ എന്നെ മുഴുക്കാന്നല്ലേ? നീ വന്ന ഒരു കാര്യം പറയട്ടെ. ഈ അറപ്പ കിടന്ന് അറക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം. ഇത്രയും നേരം അവൻ അറക്കണ്ടായിരുന്നു, ഇപ്പോഴാണ് അറക്കുന്നത്. കൈ കെട്ടി ഇവിടെ നില്ല്. അതെ, നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയൊന്ന് സെറ്റ്. അപ്പുറത്തെ പാഴത്തോട്ടമല്ലേ ആ ഭാഗത്ത്? മോഹന മുതലാളിയുടെ ആണോ? ഞാൻ നോക്കിട്ട് സാറിന് അവിടെ എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ച്.
സാറിന് രാവിലെ ഓട്ടം പതിവുള്ളതാ, ഇന്ന് ഓടാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓടിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഓടിയത്. ആരോഗ്യത്തിന് വേണ്ടി അങ്ങനല്ല, കൈയും കാലും ഇളക്കി ഓടണം. സാർ ഓടിക്കോളൂ, ഇയാൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം. എന്റെ ദൈവമേ, ഏത് വാക്കിന് പോകുന്നു ഏത് വാക്കിന് എടുക്കുമെന്ന് പറഞ്ഞൂടാ. എന്തുവാണോ ഇത്? ഇതിനെ അവിടെ പിടിപ്പിക്കണ്ട. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാതെ അവിടെ ക്ലൈമാക്സ് കഴിഞ്ഞു.